ഹലോ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് ആത്മഹത്യ എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിൽ ഇത് ഏറ്റവും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഏറ്റവും എളുപ്പവഴിയിൽ ചെയ്യാവുന്ന പരിഹരിക്കാവുന്ന ഒരു മാർഗമായിട്ട് ആത്മഹത്യ തീർന്നിരിക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ പരിഹാരം ആത്മഹത്യ ചെയ്യുക. വിഷയം തീർന്നു എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്ത് ബുദ്ധിമുട്ട് വന്നാലും വിദ്യാസമ്പന്നരാണേലും വിദ്യാഹീനരാണേലും പണമുള്ളവനാണേലും പണമില്ലാത്തവനാണെങ്കിലും അവൻ ആദ്യം ചിന്തിക്കുന്നത് പലപ്പോഴും ആത്മഹത്യ ചെയ്ത് പ്രശ്നം പരിഹരിക്കാമെന്നാണ്. എന്നാൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. നിങ്ങൾ യഥാർത്ഥ പ്രശ്നത്തിൽ അകപ്പെടുകയാണ് ആത്മഹത്യയിലൂടെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യൻ സാധാരണഗതിയിൽ വിചാരിക്കുന്നത് ഈ ഭൂമിയിലെ ഈ ലോകത്തിലെ ജീവിതം മാത്രമേ ഉള്ളൂ എന്നാണ്. ദൈവമുണ്ടെന്നോ പിശാചുണ്ടെന്നോ സ്വർഗമുണ്ടെന്നോ നരകമുണ്ടെന്നോ അവൻ അറിയുന്നില്ല. അവൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അവൻ ചെയ്യുന്നുണ്ടെങ്കിലും അവന് യഥാർത്ഥത്തിൽ ദൈവം ഉണ്ടെന്നൊരു വിശ്വാസമില്ല, നരകമുണ്ടെന്ന് വിശ്വാസമില്ല, പിശാചെന്ന് പറയുന്ന ഒരുവനുണ്ടെന്ന് വിശ്വാസമില്ല. എന്നാൽ നാം അത് അറിഞ്ഞിരിക്കണം. മനുഷ്യവർഗത്തെ നശിപ്പിക്കുവാനായിട്ട്, നിങ്ങളെയും എന്നെയും നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദുഷ്ടനായ ശത്രു മനുഷ്യനുണ്ട്. അതാണ് പിശാച്. നാം ബൈബിളിൽ ഇങ്ങനെ കാണുന്നു. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന യൂദാസ് കറിയോത്ത യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം, ഒറ്റിക്കൊടുക്കുവാൻ അവന് പ്രേരിപ്പിച്ചത് പിശാചാണ്. ഒറ്റിക്കൊടുത്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ ഉള്ളിൽ പിശാച് പ്രവേശിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അവൻ്റെ ഉള്ളിൽ പിശാച് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ചെയ്തത്, അവൻ നേരെ പോയി കെട്ടിത്തൂങ്ങി ചാവുകയാണ്. അപ്പോൾ ബൈബിളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു? യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് കള്ളൻ വരുന്നത്. ഈ കള്ളൻ എന്ന് പറയുന്നത് പിശാചാണ്. മോഷ്ടിക്കാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ്. എന്നാൽ ക്രിസ്തു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അത്രേ. അപ്പോൾ നമ്മെ കൊല്ലുവാനും നമ്മെ നശിപ്പിക്കുവാനുമാണ് പിശാച് എന്ന ശത്രു വരുന്നത്. അവൻ രംഗത്തിൻ്റെ അണിയറയിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്തതുകൊണ്ട് പലരും ഇത് തിരിച്ചറിയുന്നില്ല. പക്ഷേ ഈ കൊലപാതകങ്ങളുടെയും ഈ ആത്മഹത്യകളുടെയും എല്ലാ ദാരുണമായ സംഭവങ്ങളുടെയും പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന, പ്രേരണ കൊടുക്കുന്ന ദുഷ്ടശക്തി പിശാചാണ്. ഈ ബോംബ് സ്ഫോടനങ്ങൾ ഇതിൻ്റെ പിന്നിൽ മനുഷ്യവർഗത്തെ നശിപ്പിക്കാൻ ഉദ്യമിക്കുന്ന പിശാചാണ് അതിൻ്റെ പിന്നിൽ. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയാൻ, നിങ്ങളെ നിരാശപ്പെടുത്തി ഇനി ആശയ്ക്ക് വഴിയില്ല എന്ന് ചിന്തിപ്പിച്ച് നിങ്ങളുടെ ജീവൻ ഒടുക്കുവാൻ പ്രേരിപ്പിക്കുന്നത് നാശകനായ പിശാചാണ്. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നു, ഇപ്പോഴുള്ള ഈ പ്രശ്നം ഇതിൽ നിന്ന് പരിഹരിക്കപ്പെടണമെങ്കിൽ പരിഹാരം വന്നോളൂല്ലോ, ഇതോ തീർന്നോളൂല്ലോ ആത്മഹത്യ ചെയ്താൽ എല്ലാം ഇല്ലാതെയായി പൊക്കോളുമെന്നാണ് മനുഷ്യൻ ധരിക്കുന്നത്. ഇല്ലാതെയായി പോവുകയല്ല, അവൻ ഏറ്റവും ഭീകരമായ നരകത്തിലേക്ക് നിവദിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ ആത്മാവെന്ന് പറയുന്നത് ഈ ശരീരം അല്ല. മനുഷ്യൻ്റെ ആത്മാവ് എന്ന് പറയുന്നത്, ഒരു മനുഷ്യനെന്ന് പറയുന്നത് അവൻ്റെ ഈ ശരീരമല്ല. കാരണം മരിച്ചു കിടക്കുമ്പോഴും നമുക്ക് ശരീരം കാണാൻ സാധിക്കും, പക്ഷേ ആള് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഭാഗം അപ്പോഴും കാണാൻ സാധിക്കും, മരിച്ചു കിടക്കുമ്പോഴും കാണാൻ സാധിക്കും, പക്ഷേ ആള് പോയി എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ആളെന്ന് പറയുന്നത് ശരീരമല്ല, അതിനകത്തുള്ള വ്യക്തിത്വമാണ്. അപ്പോൾ ഈ ശരീരം ഒരു ആവരണം മാത്രമാണ്.
മരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് വിട്ട് പോകേണ്ടിടത്തേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പോകുന്നത് 2 സ്ഥലത്തേക്കാണ്. 1 സ്വർഗം, 2 നരകം. ഹല്ലേലൂയ. ദൈവത്തോടുകൂടി വസിക്കുന്നവൻ ദൈവപുത്രനായ യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ച് തൻ്റെ പാപത്തിൽ നിന്നും പിശാചിൻ്റെ എല്ലാ പാപപ്രേരണകളിൽ നിന്നും രക്ഷ നേടി ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചവനെ സംബന്ധിച്ച് അവൻ ദൈവപുത്രനായി തീരുകയും അവൻ സ്വർഗരാജ്യത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. കാരണം അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചപ്പോൾ അവൻ സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങൾക്കും അവകാശിയായി തീർന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കാത്തവൻ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾക്ക് അവകാശിയായി തീരുന്നില്ല. മറിച്ച് പിശാചിൻ്റെ പ്രേരണയെ അനുസരിച്ച് ജീവിക്കുന്നവൻ പിശാചിൻ്റെ സന്തതിയാണെന്നാണ് ബൈബിൾ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിശാചിൻ്റെ സന്തതിയായവൻ പിശാചിനോട് കൂടെ നരകത്തിലേക്ക് പോകുന്നു. നമ്മൾ ചിന്തിക്കുന്നു ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കുവാനായിട്ട് ആത്മഹത്യ ചെയ്യാം. പക്ഷെ ആത്മഹത്യ ചെയ്യുമ്പോൾ അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ ആത്മാവ് വേർപെട്ട് എന്നേക്കുമായി ഒരിക്കലും അവസാനമില്ലാത്ത ദണ്ഡനത്തിലേക്ക്, തീയിലേക്ക്, നരകത്തിലേക്കാണ് പോകുന്നത്. നരകത്തിലെ ജീവിതവും സ്വർഗത്തിലെ ജീവിതവും നിത്യമാണ്, അവസാനമില്ല. അവിടെ പിന്നീട് മരണമില്ല. അപ്പോൾ നരകത്തിൽ പതിക്കുന്ന ഒരു ആത്മാവ് എന്നേക്കുമായി ആ തീജ്വാലയിൽ ഒരു തുള്ളി വെള്ളം ലഭിക്കാതെ പിടഞ്ഞ് ജീവിക്കേണ്ടി വരികയാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ നരകം ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയല്ല. നരകം മനുഷ്യൻ്റെ നശിപ്പിക്കുന്ന, കൊല്ലുന്ന പിശാചിനെ ഇടാൻ വേണ്ടിയാണ് ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ പിശാചിൻ്റെ പക്ഷത്ത് ചേരുന്നവർ പിശാചിനോട് കൂടെ നരകത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമേ. പിശാചിൻ്റെ പക്ഷത്ത് ചേരുന്നത് ബോധപൂർവമായിട്ടായിരിക്കണമെന്നില്ല. പിശാചിൻ്റെ പ്രേരണയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുമ്പോൾ, നുണ പറയുമ്പോൾ, വഞ്ചിക്കുമ്പോൾ, വ്യഭിചാരം ചെയ്യുമ്പോൾ, കൊലപാതകം ചെയ്യുമ്പോൾ അവൻ പിശാചിൻ്റെ പക്ഷത്ത് ചേരുകയാണ്. എന്നാൽ യേശു വന്നത് നമ്മെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ്. അതുകൊണ്ട് നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നവും അത് എത്ര വലുതായിട്ട് നമുക്ക് തോന്നിയാലും അത് അത്ര ഗൗരവമായ ഒരു വിഷയമല്ല. കാരണം അതിനൊരു പോക്ക് വഴിയുണ്ട്, അതിനൊരു രക്ഷയ്ക്കുള്ള വഴിയുണ്ട്. അതിൽ നിന്നൊരു രക്ഷയുടെ വഴി ക്രിസ്തു നമുക്ക് നൽകുന്നതാണ്. ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കുന്ന ഏതൊരു അപമാനവും, ഏതൊരു സാമ്പത്തിക പ്രതിസന്ധിയും, ഏതൊരു ക്ലേശവും അത് അത്ര വലുതായ ഒരു പ്രശ്നമല്ല, അതിനൊരു പരിഹാരമുള്ളതാണ്. നാം ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നാം വേദന അനുഭവിക്കുന്ന വ്യക്തിയാണോ, രോഗത്തിലാണോ? ക്രിസ്തു വന്നത് രോഗികളെ സൗഖ്യമാക്കുവാനാണ്. നാം സമാധാനമില്ലാതെ അലയുകയാണോ? ക്രിസ്തു വന്നത് നമ്മുടെ ഉള്ളിൽ ദൈവിക സമാധാനത്താൽ നിറയ്ക്കുവാനാണ്. നാം ദരിദ്രരായി വലയുകയാണോ? ക്രിസ്തു നമുക്ക് സ്വർഗത്തിലെ സകല അനുഗ്രഹവും നമ്മുടെ മേൽ ചൊരിയുവാനായിട്ട് ആണ് വന്നത്. അപ്പോൾ ക്രിസ്തുവിലൂടെ ഈ ലോകത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടതില്ല, ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ആത്മഹത്യ ചെയ്താൽ എന്നേക്കുമായി തീക്കകത്തേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം എത്ര ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് കരുതിയാലും ആ അവസ്ഥയിൽ നമ്മെ കരകയറ്റുവാൻ, പുതിയൊരു ജീവിതം നമുക്ക് തരുവാൻ, അതിൽ നമ്മെ ഉയർത്തുവാൻ, നമ്മെ ഒരു പുതിയ മനുഷ്യനാക്കുവാൻ, ഒരു ദൈവത്തിൻ്റെ പുത്രനാക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാക്കുവാനായിട്ട് നമുക്ക് ദൈവത്തിന് സാധിക്കും. ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക്, ക്രിസ്തുവിനെ ഈ അവസ്ഥയിൽ നിങ്ങളുടെ പാവങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും, ലോകം മുഴുവൻ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, നിങ്ങൾ അപമാനിതനായി തീർന്നാലും, സാമ്പത്തികമായി 5 പൈസ പോലും കയ്യിലില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങളെ പൂർണ്ണമായും ഉദ്ധരിക്കുവാൻ, രക്ഷിക്കുവാൻ ക്രിസ്തു പര്യാപ്തനാണ്.
അതുകൊണ്ട് ഈ ലോകത്തിൽ അനുഭവിക്കുന്ന ഒരു ക്ലേശവും കെടുതിയും വലിയൊരു കാര്യമല്ല. അതിൽ നിന്ന് രക്ഷയുണ്ട്. അതുകൊണ്ടാണ് യേശുവിനെ രക്ഷകൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവനാണ്. പാപമോചനവും രോഗസൗഖ്യവും സമാധാനവും അനുഗ്രഹവും നിത്യജീവനും സ്വർഗവും നമുക്ക് നൽകുന്ന ദൈവമാണ് ക്രിസ്തു. അതുകൊണ്ട് ഒരിക്കലും നാം ഈ അബദ്ധം ഇനി ആവർത്തിക്കാൻ പാടില്ല. നാം മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ നാം ജീവിതം ഒടുക്കിയാൽ എന്നേക്കുമായി പിശാചിനോടും അവൻ്റെ അനുയായികളോടും കൂടെ യാതനാസ്ഥലമാകുന്ന നരകത്തിലേക്ക് നാം പോവുകയാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് മേലിൽ ചിന്തിക്കുകയോ പറയുകയോ ചെയ്യാൻ ഇടയാകരുത്. മറിച്ച് നിങ്ങൾ അതുപോലെ ജീവിക്കാൻ വളരെ ക്ലേശമുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഇന്ന് നിങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക: എൻ്റെ കർത്താവായ യേശുവേ, അങ്ങ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ വരണമേ. എനിക്ക് സമാധാനം തരണമേ. എന്നെ അങ്ങയുടെ സന്തോഷത്താൽ നിറയ്ക്കണമേ. എന്നെ ദൈവത്തിൻ്റെ മകനാക്കി തീർക്കണമേ. എനിക്ക് പുതിയൊരു ജീവിതം നൽകണമേ. എൻ്റെ നിരാശ മാറ്റി എനിക്ക് പ്രത്യാശ നിറയ്ക്കണമേ. എനിക്ക് സന്തോഷം സമാധാനം നിറയ്ക്കണമേ. ഹല്ലേലൂയ. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം ദൈവമേ അവിടുന്ന് എനിക്ക് തിരികെ തരണമേ. കർത്താവ് നിങ്ങൾക്കെല്ലാം നൽകുവാൻ പര്യാപ്തനാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകുവാൻ കർത്താവ് പര്യാപ്തനാണ്. അനേക ആയിരങ്ങൾക്ക്, പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക് ലോകചരിത്രത്തിൽ അന്നു മുതൽ ഇന്ന് വരെയും കർത്താവ് പുതിയ ജീവിതം നൽകിയിട്ടുണ്ട്. നിങ്ങളും അങ്ങനെ രക്ഷിക്കപ്പെടുന്ന, കർത്താവ് പുതിയ രക്ഷ നൽകുന്ന, പുതിയ ജീവിതം നൽകുന്ന, അനുഗ്രഹിക്കപ്പെടുന്ന ഒരുവളായി തീരുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് കർത്താവിനോട് ഏറ്റുപറയുക. ഇത് വെറും വാക്കുകളല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവം, ആത്മാവാകുന്ന ദൈവം നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ബോധ്യം തന്ന് നിങ്ങൾക്ക് സമാധാനം തന്ന് നിങ്ങൾക്കിതൊരു അനുഭവമായി മാറും. ഇത് അനേകായിരങ്ങളുടെ അനുഭവമാണ്. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക: കർത്താവേ, എൻ്റെ ഉള്ളിലേക്ക് വരണമേ, എന്നെ രക്ഷിക്കണമേ. കാരണം നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ പ്രേരണ നൽകുന്നത്, നിങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ശത്രുവായ പിശാചാണെങ്കിൽ ക്രിസ്തു മരിച്ചത് നിങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കുവാനാണ്. അതുകൊണ്ട് നിങ്ങളുടെ രക്ഷകനായ ക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വീകരിക്കുക. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ച ക്രിസ്തുവിനെ, ആ ക്രിസ്തു ജീവൻ അർപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു നിങ്ങൾക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ആ ക്രിസ്തുവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ നിങ്ങൾക്കത് ഒരു അനുഭവമായി തീരും. ഒരു സമാധാനം നിറഞ്ഞ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയാം. നിങ്ങൾക്ക് മുമ്പേ അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ആളുകൾ ദൈവികമായി സമാധാനം പ്രാപിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും പ്രാപിക്കുവാൻ കഴിയും. അതിനായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ കേട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ അസമാധാനം നിറഞ്ഞ ദൈവത്തിലുള്ള ആ സമാധാനം നിറഞ്ഞ ജീവിതം അനുഭവിക്കുവാൻ ഇടയാക്കട്ടെ. ദൈവരാജ്യം എന്ന് പറയുന്ന നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ്. ആ സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും നിങ്ങൾക്കും പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ആമേൻ.